എടാ ഞാനേ നിങ്ങൾക്കൊരു വാർത്ത കാണിച്ചു തരാം. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആദ്യം ഇതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. എറണാകുളത്ത് ആംബുലൻസ് ഡ്രൈവർ രാത്രിയിലോ പകലോ ഒരു പേഷ്യന്റിനെ അവിടേക്ക് എത്തിച്ചാൽ എത്രയാ രൂപ എന്നറിയാമോ? 2 ആശുപത്രികളുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു അവിടെ 10,000 രൂപ, ഒരിടത്ത് വൗച്ചർ കൊടുക്കും 10,000 രൂപ. ഒരു രാത്രി 5 പേഷ്യൻസിനെ എത്തിച്ച 50,000 രൂപ എവിടെ നിന്ന് ഈടാക്കും? പേഷ്യന്റിന്റെ ബില്ലിൽ നിന്ന് ഈടാക്കും. ഈ ഒരു പ്രസംഗത്തിൽ മാഡം പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിലെ ആംബുലൻസ് ഡ്രൈവർമാര് റോഡിൽ കിടക്കുന്ന പേഷ്യന്റിനെ, പാവം ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന മനുഷ്യരെ ആശുപത്രികളിൽ എത്തിച്ച ഒരു പേഷ്യന്റിന് 10,000 രൂപ വെച്ച് അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടെന്നാണ്. എത്ര ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് അവർ ചെയ്യുന്നത്. ക്രിമിനൽ ഒഫൻസ് അല്ലേ? ഇത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ചർച്ചാ വിഷയമായിട്ട് തള്ളിക്കളയാമെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ മന്ത്രി ആണ് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞ് വിട്ടുപോകുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെതിരെ ഒരു കേസന്വേഷണം നടത്തുന്നില്ല? എന്തുകൊണ്ട് ഇതുപോലുള്ള കൊടും ക്രിമിനൽസിനെ നമ്മുടെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല? അതാണ് എനിക്ക് മാഡത്തിനോട് ചോദിക്കാനുള്ളത്. ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങൾക്ക് അതിനു വേണ്ടി രക്ഷ നൽകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. ദയവ് ചെയ്ത് ആ ഒരു പ്രതീക്ഷ നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്.